യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അവസാനത്തെ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം. പത്രോസ് തിരിഞ്ഞു നോക്കുമ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെ കാണുകയാണ്. പിന്നീട് അവരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഈ ശിഷ്യനെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനമായി പരാമർശിച്ചിരിക്കുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് തന്നെ അതിനെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാരും വേദഗ്രന്ഥ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത് അത് യോഹന്നാൻ ഉപയോഗിച്ചിരുന്ന ഒരു എഴുത്ത് രീതിയുടെ പ്രത്യേകത കൂടെയാണ്. പേര് പറയാതെ ഒരാളെ വിശേഷണം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്, ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. അപ്പോൾ ഈ ശിഷ്യൻ ആരുമാകാം. സാധാരണ രീതിയിൽ അത് യോഹന്നാനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പേരില്ലാത്തത് കൊണ്ട് അത് ആരുമാകാം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനും ക്രിസ്തു സ്നേഹിക്കുന്നവരും അത് ആരും ആകാം. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം എന്താണ്? അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് സഭയിൽ പത്രോസ് ലീഹ തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൗലോസ് ലീഹ യാത്ര ചെയ്ത് തിരുസഭയെ വളർത്തിക്കൊണ്ട് വരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് യോഹന്നാൻ സ്ലീഹ ആകട്ടെ അങ്ങനെ അവിടെയുള്ള സഭയെ നയിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പുറമേ ഉള്ള രീതിയിലോ പോകാതെ മറ്റൊരു തരത്തിൽ നിലനിന്നിരുന്ന ഒരു രീതിയാണ് കണ്ടിരുന്നത്. അതായത് യോഹന്നാൻ സ്ലീഹ ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന നിലയ്ക്ക് ഒരു സാക്ഷ്യമായി ജീവിക്കുകയായിരുന്നു. അദ്ദേഹം സഭയെ നയിക്കുന്ന തരത്തിലേക്ക് മുന്നിട്ട് വരികയോ അല്ലെങ്കിൽ മറ്റു യാത്രകൾ ചെയ്യുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അപ്പോൾ യോഹന്നാനെ കുറിച്ചൊരു സംശയം ഇങ്ങനെ നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് യോഹന്നാന് തന്നെ പറയാനുള്ളത്? എന്താണ് അങ്ങനെയുള്ള ശിഷ്യൻ്റെ നിയോഗം? ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യൻ്റെ നിയോഗം എന്താണ്? അത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ തന്നെ സുവിശേഷം നിർത്തുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു അനേകം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എഴുതുവരുന്നെങ്കിൽ ഈ ലോകത്തിന് ഈ ഗ്രന്ഥത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. അത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിന് സാക്ഷ്യം ഞാൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് എഴുതപ്പെടാത്ത ജീവിതത്തിൻ്റെ സാക്ഷ്യം ജീവിച്ചിരുന്ന യോഹന്നാനാണ്. യോഹന്നാൻ ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നു, ക്രിസ്തു യോഹന്നാനെയും സ്നേഹിച്ചിരുന്നു. ഈ സ്നേഹമായിരുന്നു സാക്ഷ്യം. അപ്പം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തു സ്നേഹിക്കുന്ന എല്ലാ ശിഷ്യരുടെയും ജീവിതത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത് അവനും എഴുതപ്പെടാത്ത ഒരു സുവിശേഷമായി മാറുക എന്നതാണ്. ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും യേശുനാഥൻ ഇടപെടുന്നുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ തോൽവിയുടെ സമയങ്ങളിൽ, അല്ലെങ്കിൽ അവൻ്റെ വിജയത്തിൻ്റെ സമയങ്ങളിൽ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന സമയങ്ങളിൽ, അവൻ തളർന്നു പോകുന്നുവെന്ന് കരുതുന്ന സമയങ്ങളിൽ ക്രിസ്തു ഈ ശിഷ്യന് തൻ്റെ വക്ഷസ് ചാരിക്കിടക്കാൻ വേണ്ടി കൊടുത്തതുപോലെ ക്രിസ്തു അവൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി ചാരി വെക്കുന്നുണ്ട്. ഇത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ ഓരോ മനുഷ്യരും അടയാളമായി മാറണം എന്ന് യോഹന്നാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഞാനായിരിക്കണം സാക്ഷ്യം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ അതൊന്നും ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം ബൃഹത്താണ്. പക്ഷെ ഞാൻ അതിന് സാക്ഷ്യമായി ജീവിക്കണം. യോഹന്നാൻ അങ്ങനെ സാക്ഷ്യമായി ജീവിച്ച ഒരു വ്യക്തിയാണ്. എഴുതപ്പെടാത്തത് യോഹന്നാൻ്റെ സാക്ഷ്യത്തിലൂടെ അനേകായിരങ്ങൾ അറിയപ്പെടുകയായിരുന്നു. അവൻ തന്നെയായിരുന്നു ക്രിസ്തുവിൻ്റെ ഒരു സുവിശേഷം. ഇപ്പം ഞാനും നിങ്ങളും അതിനുവേണ്ടി വിളിക്കപ്പെടുക. കാരണം ക്രിസ്തു എന്നെയും സ്നേഹിക്കുന്നുണ്ട്, നമ്മളും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ എഴുതപ്പെടാത്തൊരു സുവിശേഷമായി മാറണം. ഈ ലോകത്തിൽ ഈ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുടെ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യമായി ഞാൻ മാറണം. യേശുനാഥൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കും യേശുവിനോട് പ്രാർത്ഥിക്കാം, ക്രിസ്തുവെ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ നേർസാക്ഷ്യമായി ഈ ലോകത്തിലൊരു സുവിശേഷമായി മാറാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന്. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.